നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരും ലോട്ടറി എടുക്കുന്നത് ഒരു ഭാഗ്യ സമ്മാനം അടിക്കണം എന്ന് കരുതി തന്നെയാണ്. ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെ വലുതാണ്. അവർ ഒരു ചിട്ടിയിൽ ചേർന്നാൽ ഭാഗ്യം ആദ്യം തന്നെ തുണയ്ക്കും. അതുപോലെ തന്നെ മറ്റെന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഇവർക്ക് ഭാഗ്യം ഏറെയാണ്. ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട്, ഓരോ ഭാഗ്യ ദിവസങ്ങളുമുണ്ട്, ഒപ്പം ഭാഗ്യ നിറവുമുണ്ട്. അത് ജ്യോതിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അത് സെലക്ട് ചെയ്ത് നമ്മളൊരു ഭാഗ്യക്കുറി എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് ഭാഗ്യാനുഭവം വളരെ ഏറെയായിരിക്കും. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുവാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരും അവരുടെ ഭാഗ്യ നമ്പരും അവരുടെ ഭാഗ്യ ദിവസവും ഭാഗ്യ നിറവും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഭാഗ്യം ഏറുവാൻ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ നമ്മൾ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ക്ഷേത്ര ദർശനം. സകല വിഘ്നങ്ങളും മാറുവാൻ വിഘ്നേശ്വരൻ്റെ മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം നേദിച്ച് കണ്ണന് നേദിച്ച് പ്രാർത്ഥിക്കുക, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക, തിരുപ്പതിയിൽ ദർശനം നടത്തുക. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗ്യ നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ലോട്ടറി എടുത്താൽ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അധികം ലോട്ടറി ഒന്നും എടുക്കേണ്ട, ഒരെണ്ണം എടുത്താലും മതി. അത് ഭാഗ്യാനുഭവം നല്ല രീതിയിലാണ് എങ്കിൽ നമുക്കടിച്ചിരിക്കും. അങ്ങനെ ഭാഗ്യാനുഭവം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവരുടെ ഭാഗ്യ നിറത്തെക്കുറിച്ചറിയാം, ഭാഗ്യ നമ്പറിനെ കുറിച്ചറിയാം, ഭാഗ്യദിനത്തെക്കുറിച്ചറിയാം. ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. 2024 വിഷു ബമ്പറിൽ ഒരു സമ്മാനം അടിക്കുവാനുള്ള സാധ്യത ഈ നക്ഷത്രത്തിന് കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 9. ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ്. ഭാഗ്യനിറം മഞ്ഞയാണ്. ഇതനുസരിച്ച് ഇവർ ലോട്ടറിയൊക്കെ എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്കടിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനൊക്കെ പോവുകയാണ് എങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക. ഏതായാലും നല്ല ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നമ്പർ കൊണ്ടും ഈ ഒരു കളർ കൊണ്ടും ഈ ഒരു ദിനത്തിലും വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2. ഇവരുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 2. അതുപോലെ തന്നെ ഭാഗ്യ നിറം മഞ്ഞയാണ്. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. ഇതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപാട് ഗുണാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഏതായാലും മകീര നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനും രക്ഷപ്പെടുവാനുമുള്ള ഒരു യോഗമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്ര ജാതകരെ തേടി വരും. മകീര നക്ഷത്ര ജാതകർക്ക് അത്രയ്ക്ക് നല്ല സമയമാണ് ഇപ്പോൾ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യമൊക്കെ ഏറെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം. എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. ജീവിതത്തിൽ നനച്ചിരിക്കാതെ ഒരു ലോട്ടറി ഭാഗ്യം ഇവരെ തേടി വരും. ഒരു ബമ്പറൊക്കെ എടുക്കുക, വിഷു ബമ്പറൊക്കെ എടുക്കുക. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട്. അപ്രകാരം ഒരു ലോട്ടറിയൊക്കെ എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും ലോട്ടറി ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയുവാൻ നിങ്ങളുടെ ഗൃഹസ്ഥിതി പരിശോധിച്ച് നിങ്ങളുടെ ജാതകത്തിലെ ആ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ലോട്ടറി ഭാഗ്യം ഏറെ
ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് പുണർതം നക്ഷത്രം. ഇവർക്കും ഭാഗ്യത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിഷു ബമ്പറൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും പുണർതം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. പുണർതത്തിൻ്റെ ഭാഗ്യ നമ്പർ 7 ഇപ്പോഴത്തെ ആണേ. അതുപോലെ തന്നെ ഭാഗ്യ നിറം വെളുപ്പാണ്, വെള്ള നിറം. ഭാഗ്യദിനം തിങ്കളാഴ്ച ദിവസം. ഭാഗ്യമേറെയുള്ള നക്ഷത്രമാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. മഖം നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 3. ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. ഭാഗ്യനിറം പർപ്പിൾ നിറമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഒരുപാട് വന്നു ചേരുവാൻ ഇവർക്ക് യോഗമുണ്ട്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിനം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. ഭാഗ്യ നമ്പർ 1. ഭാഗ്യ കളർ യെല്ലോ ആണ്, മഞ്ഞ നിറം. അതും ഇവരെ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ലോട്ടറിയൊക്കെ വല്ലപ്പോഴും എടുക്കുക. നമുക്കറിയാം ഒരുപാട് നക്ഷത്രജാതകരുണ്ട്. അതിൽ നിന്നും ഒരു നക്ഷത്രജാതകർക്കായിരിക്കും ചിലപ്പോൾ അടിക്കുക ബമ്പറൊക്കെ. ബമ്പർ പ്രൈസ് ഒന്നല്ലേ ഉള്ളൂ, നക്ഷത്രജാതകർ ഒരുപാടുണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ച് ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ചോതി നക്ഷത്ര ജാതകരെ കാത്തിരിപ്പുണ്ട്. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ലോട്ടറിയിലൂടെയൊക്കെ രക്ഷപ്പെടുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. അലസതയൊക്കെ കളഞ്ഞ് മുന്നോട്ട് പോവുക. ഭാഗ്യദിനം അത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾക്ക് കാരണമാകാം. ഭാഗ്യ നിറം മഞ്ഞയാണ്. ഭാഗ്യ ദിനം വെള്ളിയാഴ്ചയാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ ഭാഗ്യദിനം വെള്ളിയാഴ്ച. ഭാഗ്യ നമ്പർ 9. അതുപോലെ തന്നെ ഭാഗ്യ കളർ അത് പച്ച കളറാണ്. പച്ച കളർ തുണി ഒരു അല്പം എടുത്ത് പേഴ്സിലൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ അത് കാരണമാകും. ഏതായാലും വിഷു ബമ്പറൊക്കെ ഏറ്റവും അധികം അടിക്കാനുള്ള നക്ഷത്രജാതകർ ഇവർ തന്നെയാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ഭാഗ്യ നമ്പർ 1. ഭാഗ്യ നിറം വെള്ളയാണ്. ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച ദിവസമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യദിനം എന്ന് പറയുന്നത് തിങ്കളാഴ്ച തന്നെയാണ്. ഭാഗ്യ നമ്പർ 9. അതുപോലെ തന്നെ ഭാഗ്യ നിറം അത് വെള്ളയും നീലയും നിറഞ്ഞ കളറാണ്. ഇതൊക്കെ എടുക്കുക, ഇതൊക്കെ കരുതി വെക്കുക. ഇതൊക്കെ ഓർത്തുകൊണ്ട് ഭാഗ്യക്കുറിയൊക്കെ എടുക്കുക. അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകേണ്ട സമയമാണ്. ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും, ഉറപ്പാണ്. ഏതായാലും ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഒരെണ്ണയെ എടുക്കാവൂ, കൂടുതലൊന്നും എടുത്ത് പൈസ കളയണ്ട. ഏതായാലും ഭാഗ്യം ഒരുപാടുള്ള സമയമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. കിട്ടും, ധൈര്യമായിട്ടിരിക്കുക.